എല്ലാവർക്കും ഡോക്ടേഴ്സ് ആർട്ട് ബാസ്ക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ലൈഫിൽ വർക്കും അതേപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടി ബുദ്ധിമുട്ടാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു പെർഫെക്റ്റ് പ്ലേസ് ആണ് നമ്മുടെ ചാനൽ. നമുക്ക് ലൈഫ് വളരെ ഹേസൽ ഫ്രീ ആക്കാനും എളുപ്പമായിട്ട് കാര്യങ്ങൾ ചെയ്ത് ഒരുപോലെ എല്ലാ ഡ്യൂട്ടീസും ക്യാരി ഔട്ട് ചെയ്യാനും പറ്റിയിട്ടുള്ള സിമ്പിൾ ലൈഫ് ഹാക്സും ട്രിക്സും ടിപ്സും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ അധികവും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 100 രൂപേൻ്റെ താഴെയുള്ള കുറച്ച് നല്ല ആമസോൺ പ്രോഡക്ട്സും ആയിട്ടാണ്. ഇതിലെനിക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് പ്രോഡക്ട്സും ഉണ്ട്. എല്ലാ പ്രോഡക്ട്സിൻ്റെയും വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് പ്രോഡക്റ്റ് എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമായ ഒരു പ്രോഡക്റ്റ് ആണ്. ഒരു മിനി സീലറാണ്. ഇതുപോലത്തെ ചിപ്സിൻ്റെ പാക്കറ്റ്, സ്നാക്സിൻ്റെ പാക്കറ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെക്കുമ്പോൾ ചിലപ്പോൾ ഉറുമ്പ് കയറാനൊക്കെ സാധ്യതയുണ്ട്. ഈ ഒരു സീലർ വെച്ച് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ എളുപ്പമാണ്. നല്ല ടൈറ്റ് സീലിംഗ് ആണ് കേട്ടോ, അങ്ങനെ വിട്ടു പോകുന്നില്ല. ഇതാണ് നമ്മൾ ചാർജ് ചെയ്യുന്ന പോർട്ട്. ഫോൺ ചാർജ് ചെയ്യുന്ന പോലെ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. ഈ ഒരു സംഭവത്തിന്റെ അവിടെയാണ് നമ്മൾ സീൽ ചെയ്യുന്ന 2 ബട്ടൺ ഉണ്ട്. ഒന്ന് കട്ട് ചെയ്യാനും ഒന്ന് സീൽ ചെയ്യാനും. ഈ ഒരു പവർ ബട്ടൺ ഞെക്കിയാൽ നമുക്ക് ഓൺ ആക്കും ഓഫ് ആക്കും ഒക്കെ ചെയ്യാം. യൂസ് കഴിഞ്ഞ് നമുക്ക് സുഖമായിട്ട് ഇതുപോലെ എടുത്തു വെക്കുകയും ചെയ്യാം. അടുത്ത പ്രോഡക്റ്റ് ഒരു സിങ്ക് ഡ്രെയിനർ മെഷ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ്. 99 രൂപയ്ക്ക് നമുക്കിത് 2 എണ്ണം കിട്ടുന്നുണ്ട്. ഒരെണ്ണം ഞാൻ ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാത്രം കഴുകുമ്പോഴൊക്കെ പലപ്പോഴും ഫുഡ് പാർട്ടിക്കിൾസ് ഇങ്ങനെ വീണ് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അത് അവിടെ നിന്ന് നമ്മളിങ്ങനെ എടുത്ത് മാറ്റുമ്പോൾ സിങ്കിന്റെ അവിടെയൊക്കെ ബ്ലോക്ക് വീഴും. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവത്തിൽ നിന്ന് അത് എടുത്ത് മാറ്റാനും ഇത് വാഷ് ചെയ്യാനും എളുപ്പമാണ്. അടുത്ത പ്രോഡക്റ്റ് ഒരു കൊലാൻഡർ ആണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും അരി ഉഴുന്ന് നമ്മൾ ദോശയ്ക്കൊക്കെ അരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അപ്പത്തിനൊക്കെ അരയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ എളുപ്പമാണിത്. കാരണം ഇത് ഒരു സൈഡിൽ ഇങ്ങനെ ഹോൾസ് ഉണ്ട്, അപ്പൊ എളുപ്പമാണ് ഡ്രെയിൻ ചെയ്യാൻ. പിന്നെ അതേപോലെ കുതിർത്തിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എളുപ്പമാണ്. ആകെ എനിക്ക് തോന്നിയൊരു ബുദ്ധിമുട്ട് ഇതിന്റെ ഹാൻഡിൽ ഒരു സുഖമില്ല, അതായത് നമുക്ക് പിടിക്കുമ്പോൾ ഒരു ഗ്രിപ്പ് ഇല്ല. അടുത്തത് ഒരു ഗ്രേറ്റർ ആണ്. ഈ ഒരു ഗ്രേറ്റർ വാങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ഇത് എങ്ങനെ ആയിരിക്കും എന്ന്. പക്ഷെ ഇത് ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര ഹാൻഡിയാണ്. നമുക്ക് വീട്ടിലെ കുട്ടികൾക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എളുപ്പമാണ് ഇത് എടുത്തിട്ട് അങ്ങോട്ട് ചെയ്യാൻ. ഒരു വലിയൊരു സാധനം ഉപയോഗിക്കുന്ന ഒരു ഫീലും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇത് ചെറുതായിട്ടേ ഗ്രേറ്റ് ചെയ്ത് കിട്ടുള്ളൂ, വലിയ സൈസിൽ. പക്ഷെ കുഴപ്പമില്ല. അപ്പൊ അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഉപയോഗിക്കാനുള്ള ഒരു സുഖവും അതേപോലെ തന്നെ നമ്മുടെ കൈ ഒന്നും മുറിയോ ഇല്ല. അപ്പൊ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടമായി. ഞാനിത് എന്തായാലും റെക്കമെൻഡ് ചെയ്യും കേട്ടോ. അപ്പൊ അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് ഒരു ഡിഷ് വാഷിന്റെ ലിക്വിഡ് സോപ്പ് വെക്കുന്ന ഒരു കണ്ടെയ്നർ ആണ്. ഇത് 3 പാർട്സ് ഉണ്ട്. ഈ ഒരു ഫൈബർ പാർട്ട് നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മളിങ്ങനെ ഡിഷ് വാഷ് ഒരു പാത്രത്തിൽ വെക്കുക, ഒരു സ്പോഞ്ചും ഇതായിട്ട്. അപ്പൊ എന്താ പറ്റുക, നമ്മൾ പാത്രം കഴുകുമ്പോൾ ഈ സംഭവം ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു സംഭവമാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക, ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അടുത്ത പ്രോഡക്റ്റ് ഒരു മിനി സ്പാറ്റുലയാണ്. ഇത് ഞാൻ വലിയൊരു പ്രതീക്ഷയില്ലാണ്ട് വാങ്ങിയതാണ്. പക്ഷെ ഇതേപോലെ നമ്മൾ അരയ്ക്കുമ്പോഴൊക്കെ മിക്സിയുടെ ഗ്രൈൻഡർ ജാർ എന്ന് ഈ ഒരു മിനി സ്പാച്ചുല തന്നെ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. പക്ഷെ ആകെ ഒരു പ്രശ്നം ഇതിങ്ങനെ ഊരി പോരുന്നുണ്ട്. അപ്പോൾ ബെറ്റർ ഇത് വാങ്ങാതിരിക്കുന്നതാണ്. കാരണം നമ്മൾ കുറേ യൂസ് കഴിയുമ്പോൾ ഇത് തനിയെ ഊരിപ്പോയി വരാൻ സാധ്യതയുണ്ട്. അടുത്ത പ്രോഡക്റ്റ് ഒരു നട്ട് കട്ടറാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഉള്ളിൽ ഇതുപോലെ സ്റ്റീലാണ്, അതുപോലെ 4 ബ്ലേഡ് ഉണ്ട്. അപ്പൊ നമ്മൾ നട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഒരു 3-4 എണ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇതേപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് ഇതുപോലെ ഒന്ന് തിരിച്ചാൽ മതി. എളുപ്പമാണ്. ഇത് വാങ്ങുമ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടാവുമെന്ന്. പക്ഷെ നല്ലതാണ്. ഈ ഒരു ബ്ലേഡ് ഷാർപ്നെസ് ഇപ്പൊ ഞാൻ 1 മാസേ ആയിട്ടുള്ളൂ ഉപയോഗിച്ചിട്ട്. അപ്പൊ ഷാർപ്നെസ് പെട്ടെന്ന് പോകുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് ക്ലിപ്പ് സീലേഴ്സ് ആണ്. ഇത് എൻ്റെ കിച്ചണിൽ വന്നിട്ട് ഇപ്പോൾ 1 വർഷത്തിന്റെ മേലെയായി. എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഒരു പ്രോഡക്റ്റ്. നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പാക്കറ്റിൽ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് സീൽ ചെയ്ത് കൊടുക്കാൻ ഇത് ഉപയോഗിക്കാം. എല്ലാ സൈസിലും ഉണ്ട്, വലുതുണ്ട്, മീഡിയം ഉണ്ട്, ചെറുതുമുണ്ട്, തീരെ ചെറുതുമുണ്ട്. വളരെ ലാഭമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. എന്നാൽ കിച്ചണിൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടും ഡൈനാമിക് ആയിട്ടും ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റുമാണ്. അടുത്ത പ്രോഡക്റ്റ് നമുക്ക് 99 രൂപയ്ക്ക് മെറ്റൽ സ്ട്രോസ് ആണ്. 4 എണ്ണം വരുന്നുണ്ട്, 2 കർവ്ഡും 2 സ്ട്രെയിറ്റും. ഒപ്പം അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു ബ്രഷും ഉണ്ട്. ഇപ്പൊ നമ്മൾ വീട്ടിലെ ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ ഇതുപോലെ നമുക്ക് നല്ല പ്രസന്റബിൾ ആയിട്ട് അവർക്ക് ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. ഇതുപോലെ ആ ഒരു സ്ട്രോയുടെ ബ്രഷ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് എളുപ്പമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടമായി. നല്ല അത്യാവശ്യത്തിന് ബലമുണ്ട്. ഇത് പ്ലെയിൻ സ്റ്റീൽ
ടീൽ കളറും ഉണ്ട്, ഇതുപോലെ മൾട്ടി കളറും ഉണ്ട്. ഞാൻ ഈ മൾട്ടി കളറാണ് കേട്ടോ എടുത്തത്. അപ്പൊ ഇവിടെ എൻ്റെ മോനൊക്കെ സ്മൂതി അല്ലാതെ കൊടുത്താൽ കുടിക്കാൻ മടിയാ. പക്ഷെ ഇതുപോലൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ ആള് കുടിക്കും. അതേപോലെ തന്നെ നമുക്കും എപ്പോഴെങ്കിലും ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ഒക്കെ വേണമെന്ന് തോന്നിയാൽ ഒരു എസ്തെറ്റിക് ഫീലില് നല്ല രസമായിട്ട് നല്ല സുഖമായിട്ട് നമുക്കും ഇതുപോലെ ആസ്വദിച്ച് സുഖമായിട്ട് കുടിക്കാം. അടുത്ത പ്രോഡക്റ്റ് ഒരു പൊട്ടേറ്റോ മാഷർ ആണ്. പൊട്ടേറ്റോ അല്ല, നമുക്ക് എന്ത് സാധനവും കിച്ചണിൽ മാഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മാഷർ ആണ്. ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് വളരെ ഇഷ്ടമായി. നമ്മളിപ്പോൾ ക്രിസ്മസ് കാലമൊക്കെ ആണല്ലോ, അപ്പോൾ വൈനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗ്രേപ്സ് ഒക്കെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാനൊക്കെ ഇത് നല്ല പ്രോഡക്റ്റ് ആണ്. ഇതിപ്പോൾ ഒരു വർഷത്തിന്റെ മേലെയായി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ്. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. കാരണം ഈ ഒരു പ്രൈസിന് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നല്ല ഫൈനായിട്ട് മഷി പോലെ നമുക്ക് മാഷ് ചെയ്ത് കിട്ടുന്നുണ്ട്. അടുത്ത പ്രോഡക്റ്റ് ഒരു ടോങ് ആണ്. ഇത് എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. കാരണം നമ്മളൊരു ടോങ്ക് കൊണ്ട് വിചാരിക്കുന്ന ഒരു ഗ്രിപ്പ് ഇതിനില്ല. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് മെറ്റീരിയൽ. ഇപ്പൊ നമ്മൾ ഇതുപോലെ റൊട്ടിയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് കയ്യിൽ നിന്ന് താഴെ പോവും. അപ്പൊ എനിക്കിത് അത്ര ഇഷ്ടമായില്ല. പപ്പടം വറുക്കുമ്പോഴൊക്കെയാണ് മെയിൻ ആയിട്ട് എനിക്കിത് ആവശ്യം. കാരണം ഫോർക്ക് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ കൈ പൊള്ളും. അങ്ങനെ വാങ്ങിയതാണ്. പക്ഷെ ഞാൻ അത്ര ഹാപ്പി അല്ല കേട്ടോ. പക്ഷെ ഇതിങ്ങനെ നമുക്ക് കിച്ചണിൽ തൂക്കി ഇടാനായിട്ടുള്ള ഒരു ഇതൊക്കെ ഇതിന്റെ കൂടെ ഉണ്ട്. അപ്പൊ എളുപ്പമാണ് ഇടാനും എടുത്ത് ഉപയോഗിക്കാനും ഒക്കെ ആയിട്ട്. അടുത്ത പ്രോഡക്റ്റ് ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഡ്രിങ്ക്സ് ഒന്നും ഉപയോഗിക്കേണ്ട, പക്ഷെ വെറുതെ ഒരു മാഗ്നറ്റ് ഇങ്ങനെ വെളിയിൽ വെച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഈ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഇങ്ങനെ കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു മെമോ ആണ്. നമുക്ക് ഇതുപോലെ ടു ഡു അല്ലെങ്കിൽ ഷോപ്പിംഗ് ലിസ്റ്റ്, മീൽ പ്ലാൻ ഒക്കെ ഇതുപോലെ ഫ്രിഡ്ജിന്റെ മേലെ ഫിക്സ് ചെയ്യാൻ പറ്റിയ ഒരു മാഗ്നറ്റിക് ഹോൾഡർ ഉള്ള ഒരു മെമോ ആണ്. അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു ലേസി സൂസൻ ആണ്. ഇത് ഒരു വർഷത്തിന്റെ മേലെയായി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. 89 രൂപയ്ക്ക് ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഇത് വൈറ്റ് കളറും ഉണ്ട്. വൈറ്റ് പെട്ടെന്ന് അഴുക്കാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബ്ലാക്ക് ഓപ്റ്റ് ചെയ്തത്. ഇപ്പൊ ബ്ലാക്ക് നല്ലതാണ് കേട്ടോ. നല്ലൊരു ആംബിയൻസും ഉണ്ട്. നമുക്ക് ഇതുപോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് കിച്ചണിൽ വേണ്ട കാര്യങ്ങളോ ഡൈനിങ് ടേബിളിൽ വേണ്ട കാര്യങ്ങളൊക്കെ വെച്ച് ഉപയോഗിക്കാം. അടുത്ത പ്രോഡക്റ്റ് ഒരു മോപ്പ് ഹോൾഡർ ആണ്. അപ്പൊ നമ്മൾ വീട്ടിൽ സാധാരണ മോപ്പൊക്കെ ഇതുപോലെ വെക്കുക ചാരിയൊക്കെ ആയിരിക്കും. അപ്പൊ അത് പെട്ടെന്ന് ഡ്രൈ ആവോ ഇല്ല, എപ്പോഴും ഒരു നനവുണ്ടാവും. അപ്പൊ അത് നല്ലതല്ല. അപ്പൊ അതുകൊണ്ട് ഇതുപോലൊരു മോപ്പ് ഹോൾഡർ ഉണ്ടെങ്കിൽ സുഖമാണ്. ഇത് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് മതിലിൽ കൊടുത്തിട്ട് മോപ്പ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പൊ ഇത് കുറച്ചായിട്ടേ ഉള്ളൂ. ഇതിന്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാന്നൊക്കെ ഞാൻ വഴിയെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ എന്തായാലും. പക്ഷെ ഈ ഒരു പ്രൈസിന് ഇത് അത്രയ്ക്ക് മോശമായിട്ടൊരു ബൈ ആയിട്ട് എനിക്ക് തോന്നിയില്ല. മോപ്പൊക്കെ ഇതുപോലെ അങ്ങ് ഇരിക്കുന്നിടത്ത് ഇരുന്നോളും. അതേപോലെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ അതിലിരുന്ന് അണുക്കൾ വളരുമൊന്നുമില്ല. നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും ആയി. അവസാനത്തെ പ്രോഡക്റ്റ് എൻ്റെ ഫേവറേറ്റ് ആണ്. ഒരു ഐസ് റോളർ. ഇത് സിലിക്കൺ മെറ്റീരിയൽ ആണ്. നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. രണ്ട് ക്യാപ്പിലും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുക. നമുക്ക് ഐസ് ഇതാവാനുള്ള സമയം ഉള്ളൂ. നമുക്ക് ഇതുപോലെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുൻപെയോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ടോണർ ഒന്നും ഉപയോഗിക്കുന്നില്ലെങ്കിലും നമ്മുടെ പോർസ് ഒക്കെ ഒന്ന് ടൈറ്റ് ആക്കാനൊക്കെ ഒരു പെർഫെക്റ്റ് ആണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ ഉണ്ട്. 2.5 മിനിറ്റ് മാത്രമേ നമ്മളിത് ചെയ്യാവുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ ചെയ്യരുത്. ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടി നമ്മുടെ ഫേസിൽ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ തന്നെ ഓരോ കാര്യങ്ങൾ ഫൈൻഡ് ചെയ്യുക. നമ്മുടെ ഒരു കംഫർട്ട് ടൈം, കംഫർട്ട് തിങ്സ്, നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബാക്കി ഡ്യൂട്ടീസിന്റെ ഒക്കെ കൂടെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുക. ഇല്ലെങ്കിൽ കുറെ നാൾ കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു റിഗ്രറ്റ് ഫീൽ തോന്നും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.